നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ബിജെപി സംസ്ഥാന പ്രസിഡന്റും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയോടനുബന്ധിച്ച് നടക്കുന്ന ഉദ്ഘാടന സദസ്സ് ഇന്ന് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ 2 മണിക്ക് കലാപരിപാടികളോടെ ആരംഭിക്കും. 3 മണിക്ക് പദയാത്ര സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. BJP NDA സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കും. 4:30 തുടങ്ങുന്ന പദയാത്ര ടൗൺ സ്ക്വയർ, പഴയ ബസ് സ്റ്റാൻഡ്, മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, താവക്കര, കളക്ടറേറ്റിന് മുൻവശം, ഗാന്ധി സ്ക്വയർ, തെക്കി ബസാർ വഴി പുതിയ തെരു ഹൈവേ ജംഗ്ഷനിൽ സമാപിക്കും. തുടർന്ന് പുതിയ തെരുവിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ NDA നേതാക്കൾ അഭിസംബോധന ചെയ്യും. ജാഥ ക്യാപ്റ്റൻ രാവിലെ 7 മണിക്ക് പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്ര ദർശനം നടത്തും. 9 മണിക്ക് തയ്യിൽ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന പരിപാടിയുണ്ട്. 9:30 പള്ളിക്കുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരുടെ സംഗമത്തിൽ സംബന്ധിക്കും. കേരള പദയാത്ര 27-ാം തീയതി കാസർഗോഡ് നിന്നാണ് തുടങ്ങിയത്. ഇന്ന് കണ്ണൂരിലും 30-ാം തീയതി വയനാട്ടിലും 31-ാം തീയതി വടകരയിലും പദയാത്ര കടന്നുപോകും. അടുത്തയാഴ്ച ആറ്റിങ്ങൽ, പത്തനംതിട്ട, കൊല്ലം, മാവേലിക്കര മണ്ഡലങ്ങളിലാവും കേരള പദയാത്ര പര്യടനം നടത്തുക. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ 9, 10, 12 തീയതികളിൽ യാത്ര എത്തും. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെബ്രുവരി 14 ഇടുക്കിയിലും 15-ാം തീയതി ചാലക്കുടിയിലും പദയാത്ര നടക്കും. 19, 20, 21 തീയതികളിൽ മലപ്പുറം, കോഴിക്കോട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര പര്യടനം നടത്തും. പൊന്നാനിയിൽ 23-നും എറണാകുളത്ത് 24-നും തൃശൂരിൽ 26-നും നടക്കുന്ന കേരള പദയാത്ര 27-ന് പാലക്കാട് സമാപിക്കും. ഓരോ ദിവസവും വിവിധ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഓരോ മണ്ഡലത്തിലും ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും സംഘടിപ്പിക്കും. ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും 25,000-ഓളം പേർ നടക്കുന്ന യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരും ഉണ്ടാകും. രാവിലെ വിവിധ മത സാമുദായിക നേതാക്കളുമായുള്ള സ്നേഹ സംഗമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരുടെ ഗുണഭോക്തൃ സംഗമങ്ങളും നടക്കും. അതോടൊപ്പം വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രശ്നങ്ങളും പ്രതീക്ഷകളും ചർച്ച ചെയ്യുന്ന വികസന സെമിനാറുകളും നടക്കും. പദയാത്രയുടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് യാത്രാ ക്യാപ്റ്റന്റെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പദയാത്രയിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും 1000 പേർ പുതുതായി BJPയിലും NDAയിലും ചേരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.